പക്ഷെ ഒക്കെ തെറ്റാട്ടോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നതിന്റെ ശേഷമാണ് മനസ്സിലാക്കുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശ, പിന്നെ മുട്ട പുഴുങ്ങിയത് നിർബന്ധമാണ്. നന്ദൂന് കൊണ്ടുപോകണം. നന്ദൂന് ഇന്നൊരു ടൂറൊക്കെ ഉണ്ട്, ഒരു ഫാമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് ലഞ്ച് നമ്മളൊരു കവറിലാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്, കുട്ടികൾക്ക് അവിടുന്ന് ഡിസ്കാർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് പെട്ടെന്ന് പാക്ക് ചെയ്യണം. മുട്ട പൊട്ടിച്ചൊഴിക്കുക, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുക, കുറച്ച് പാലൊഴിക്കുക, ബ്രെഡ് മുക്കി പൊരിക്കുക. ഇതിന് ഇവിടെ പറയുന്ന പേരാണ് ഫ്രഞ്ച് ടോസ്റ്റ്. നമ്മുടെ നാട്ടിൽ മുട്ട ബ്രെഡ് പൊരിച്ചത് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പറയുന്നത് ഫ്രഞ്ച് ടോസ്റ്റ്. ഫ്രഞ്ച് ടോസ്റ്റാണ് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളത്. പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ടീ അങ്ങനെ പറയുന്നത്. ലഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നർ എന്നാണ് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് പറയുന്നത്. പിന്നെ ടീ എന്ന് പറഞ്ഞാൽ നൈറ്റിലെ, അതും രാത്രി ഒരുപാട് ടൈം ആയാലൊന്നും കഴിക്കൂല. ഒരു 6 മണിയോട് കൂടിയിട്ട് ഇവരുടെ ഫുഡ് എല്ലാം കഴിഞ്ഞു. കുടിക്കാൻ ഞാൻ രാവിലെ കുറച്ച് ജീരക വെള്ളം കൂടി ഉണ്ടാക്കുക, കുറച്ച് നന്ദൂന് കൊടുത്തു വിടും. അല്ലെങ്കിൽ ഫിൽറ്റർ വെള്ളമാണ്. പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് യൂറോപ്യൻ കൺട്രീസിലെ റോഡ് സൈഡിലെ ടാപ്പിലെ വെള്ളം വരെ കുടിക്കാം, അത്രയും ടാക്സ് കൊടുക്കുന്നതിന് അവർ ഭയങ്കര ഫെസിലിറ്റീസ് ആണ് തരുന്നതെന്ന്. സത്യമൊന്നുമല്ല, വെറും കള്ളത്തരങ്ങളാണ് ഇതൊക്കെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പൈപ്പിലെ വെള്ളം കുടിക്കാനേ പറ്റില്ല, എന്തെങ്കിലും അസുഖം വരും. ഒന്നെങ്കിൽ ഫിൽറ്റർ ആക്കിയിട്ടുള്ള വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നല്ല തിളപ്പിച്ചാറിയ ജീരക വെള്ളം അങ്ങനത്തെ എന്തെങ്കിലും കുടിക്കുക. ഭയങ്കര ഡേഞ്ചറാണ്. പല്ല തേച്ചോ? ഞാൻ എടുത്ത് തരാ. കിച്ചുപോയി നന്ദുവിൻ്റെ എല്ലാ കാര്യങ്ങളും നന്ദു സ്വന്തമായിട്ട് ചെയ്യും. സ്കൂളിൽ പോകാൻ റെഡി ആവലും ഷൂ ഇടലൊക്കെ സ്വന്തമായിട്ടാണ്. ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹണിയാണ് കേട്ടോ എൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലാത്തിൻ്റെയും ഓരോന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേർ കണ്ടുപിടിക്കണം. പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം. ചിറാപ്പൂഞ്ചി പോലെയാണ്. ഏത് സമയം മഴയാണ് ഇവിടെ. ഇന്ന് സമ്മറോ വിൻ്ററോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അത് കരുതിയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ സ്കൂളിലേക്ക്. അതാണ് പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്ന് പറയുന്നത്. സ്കൂളിൽ ഒരു സ്റ്റാഫ് അവിടെ എപ്പോഴും ഉണ്ടാവുമേ കുട്ടികൾക്ക് ക്രോസ് ചെയ്യാനായിട്ട്.